പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബേത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയെന്ന്. എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. റോമ സാമ്രാജ്യത്തിന്റെ അധിപനായ അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യ കണക്കെടുപ്പിനായി ഓരോ ഗോത്രക്കാരും താങ്കളുടെ ദേശത്ത് ചെന്ന് പേരെഴുതിക്കണമെന്നുള്ള കൽപ്പന അനുസരിച്ച് ജോസഫ് പൂർണ്ണഗർഭിണിയായ മറിയവും ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്യും. എനിക്കിനി വയ്യ. ശിശുവിനെ പിറക്കാൻ സമയമായിരിക്കുന്നു. മറിയം, അല്പദൂരം കൂടി യാത്ര ചെയ്താൽ നമ്മൾ പട്ടണത്തിലെത്തും. ഇല്ല, എനിക്കിനി ഒട്ടും വയ്യ. അതാ അവിടെ ഒരു വെളിച്ചം കാണും. നമുക്ക് അവിടേക്ക് പോകാം. ഇവിടെ ആരുമില്ലേ? എത്ര നേരമായി വിളിക്കുന്നു. ആരാ ഇത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം എടുത്തു. ഒരു മുറി കിട്ടിയിരുന്നെങ്കിൽ. ഇവിടെ കണ്ട വഴിപോക്കർക്ക് തങ്ങാനുള്ള സ്ഥലമല്ല, കടന്നു പോ. എഴുന്നേൽക്കൂ. നമ്മുടെ ആടുകൾ വല്ലാതെ കരയുന്നുണ്ടല്ലോ. എന്തോ സംഭവിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സത്വാർത്ഥം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിള്ളക്കച്ചുകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ദൈവത്തിനു മഹത്വം. വരൂ, നമുക്ക് ബേത്ലഹേമിൽ പോയി നമുക്കായി പിറന്ന രക്ഷകനെ വണങ്ങാം. രാജാവിൻ സംഗീതം തേടുന്നു രാജാക്കൾ. മരുഭൂമിയിൽ ഇരുളിൻ മറവിൽ അലയും നേരം ആകാശക്കോണിൽ ദൂരെ നക്ഷത്രം കണ്ടു. ഓ
ദൂരെ നക്ഷത്രം കണ്ടു രാജാവിൻ സംഗീതം തേടുന്നു രാജാക്കൾ. വാനിൽ സംഗീതം മണ്ണിൽ സന്തോഷം സ്വർഗം തുറന്നു സുവിശേഷവുമായി ഗ്ലോറിയ ഇൻ എക്സൽസിസ് ദേവോ ഗ്ലോറിയ ഗ്ലോറിയ. തന്റെ ജനത്തെ നയിക്കുവാൻ പോകുന്ന ലോകരക്ഷകന്റെ വരവിനെ കുറിച്ച് ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചവയെല്ലാം അങ്ങനെ അന്വർത്ഥമായി. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ലോക നിവാസികളെല്ലാം പേരെഴുതിക്കണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. സിറിയയിൽ ക്വിരിനിയോസ് ദേശാധിപതിയായിരിക്കുമ്പോൾ ഈ ഒന്നാമത്തെ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കുവാൻ ഓരോരുത്തരും താന്താങ്ങളുടെ നഗരങ്ങളിലേക്ക് പോയി. ദാവീദിന്റെ കുടുംബത്തിലും കുലത്തിലും പെട്ടവനായിരുന്നതിനാൽ യൗസേപ്പ് ഗലീലയിലെ നസ്രത്ത് എന്ന നഗരത്തിൽ നിന്ന് യൂദായിൽ ദാവീദിന്റെ നഗരമായ ബെത്ലഹേമിലേക്ക് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഗർഭിണിയായ മറിയത്തോടുകൂടെ പേരെഴുതിക്കുവാൻ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ ദിവസമായി. അവൾ തന്റെ ആദ്യജാതനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു. ആ പ്രദേശത്തെ വയലുകളിൽ തങ്ങളുടെ ആടുകൾക്ക് രാത്രി കാവലിരിക്കുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവർക്ക് ചുറ്റും പ്രകാശിപ്പിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും ഉണ്ടാകാനുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ മിശിഹ, ഇന്ന് ദാവീദിന്റെ നഗരത്തിൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ള അടയാളം ഇതാണ്: പിള്ളക്കച്ച പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കണ്ടെത്തും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ദൂതനോടൊത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ തിടുക്കപ്പെട്ട് പോയി മറിയത്തെയും യൗസേപ്പിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ടെത്തിയപ്പോൾ ശിശുവിനെ പറ്റി തങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെ പറ്റി അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു.
തങ്ങളോട് പറയപ്പെട്ട പോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകലത്തെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. പുത്രനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന പേര് അർത്ഥമുള്ള, ദൈവം നമ്മളോട് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്നു. ദൈവം ആയിരിക്കുക നമ്മോടൊപ്പം ആയിരിക്കുവാനാണ്. ദൈവം വന്നിരിക്കുന്നത് നമ്മോടൊപ്പം ആയിരിക്കുവാനാണ്. നമ്മുടെ കഷ്ടപ്പാടുകളിൽ, നമ്മുടെ അസ്വസ്ഥതകളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിലൊക്കെ ആയിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുക. പറുദീസായിൽ മാത്രമല്ല, മരുഭൂമിയിലൂടെയുള്ള അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈ ദൈവം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പാണ് ദൈവം നമുക്ക് നൽകുക. ഒരുപക്ഷെ നമ്മളെല്ലാവരും അനുഭവിച്ചവരായിരിക്കാം, അനുഭവസ്ഥരായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ രോഗങ്ങളൊക്കെ നമ്മോടൊപ്പമായിരിക്കുന്ന ഒരു ദൈവം. ഈ ദൈവം നമ്മോട് പറയുന്നത് തന്നെയാണ്, മറ്റുള്ളവരോടുമായിരിക്കുക, കൂട്ടുകൂടിയിരിക്കുക, കൂട്ടായിരിക്കുക എന്നൊരു സന്ദേശമാണ് ദൈവം നമ്മോട് പറയുക. ഈ വചനം മാംസമായത് ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. ദൈവം മനുഷ്യരൂപം സ്വീകരിച്ചുകൊണ്ട്, തൻ്റെ ഒപ്പമായിരിക്കുന്നവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട്, വിവിധ തരത്തിലായിട്ടുള്ള രോഗസൗഖ്യങ്ങളിലൂടെ, മറ്റ് അത്ഭുത പ്രവൃത്തികളിലൂടെയൊക്കെ ദൈവം എന്താണ് നമുക്ക് കാണിച്ചു തരിക? മനുഷ്യന്റെ വേദനകളിൽ ഞാൻ പങ്കുചേരുന്നു, മനുഷ്യരോടൊപ്പമാണ് ഞാൻ എന്നുള്ള ഒരു ആശയമാണ്. നിങ്ങളോടും എന്നോടും ഈ ക്രിസ്മസ് ദിനത്തിൽ യേശു സംസാരിക്കുന്നത് തന്നെയാണ്, ആയിരിക്കുവാനായിട്ട്. ഈ ആധുനിക യുഗത്തിലെ, ആധുനിക കാലഘട്ടത്തിൽ ആയിരിക്കുക എന്നത് വളരെ വിഷമമേറിയ സംഭവമാണ്. നമ്മൾ ആയിരിക്കുന്നത് ഒരുപക്ഷെ മനുഷ്യന്മാരോടായിരിക്കില്ല. മിക്ക സമയത്തും ഒരുപക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയിലായിരിക്കാം, ഒരുപക്ഷെ നമ്മളായിരിക്കുന്നത് മൊബൈലിനോടൊപ്പം ആയിരിക്കാം, ഒരുപക്ഷെ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ സമയം കണ്ടെത്തുന്നതിന് കൂടുതലായിട്ട് നമ്മൾ ഒരുപക്ഷെ നമ്മളായിരിക്കുന്നത് ഇങ്ങനെയുള്ള സംവിധാനങ്ങളോടൊപ്പമായിരിക്കാം. മനുഷ്യ മനസ്സുകളെ അറിയുവാനായിട്ട്, മനുഷ്യ ഹൃദയങ്ങളെ അറിയുവാനായിട്ട്, മറ്റുള്ള നൊമ്പരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെ അറിയാതെ പോകുന്ന നിമിഷങ്ങളാണ്. കൂട്ടായിരിക്കുക. ആരോടൊപ്പമാണ് നമ്മൾ കൂട്ടുകൂടേണ്ടത്? ഒരുപക്ഷെ കൂട്ടുകൂടുന്നത് സന്തോഷത്തിന് വേണ്ടിയായിരിക്കാം. പാർട്ടിയിൽ നമ്മൾ പോകുന്നു, സന്തോഷം പങ്കിടുന്നു, ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ വേദനിക്കുന്നവരോടൊപ്പം കൂട്ടുകൂടാൻ നമ്മൾ സന്നദ്ധരാണോ? രോഗികളായി കാണുവാനായിട്ടും അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകുവാനും ഞാൻ സന്നദ്ധയാണ്. എൻ്റെ കലകയിച്ചു കഴിയുന്ന, അല്ലെങ്കിൽ എന്നോട് അധികം സംസാരിക്കാത്ത ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, അല്പം വിട്ടു നിൽക്കുന്ന, പള്ളിയോട് നിന്നും വിട്ടു നിൽക്കുന്ന, വിശ്വാസം അകലുന്നായിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ കുടുംബാംഗങ്ങളോട് കൂട്ടുകൂടുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? കൂട്ടുകൂടുവാനും കൂട്ടായിരിക്കുവാനും നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഈ ദിനത്തിൽ യേശു നമ്മോടും നിങ്ങളോടും ഒക്കെ സംസാരിക്കുന്നത് ഇത് തന്നെയാണ്. കൂട്ടായിരിക്കുക, കൂട്ടിലിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിനത്തിൽ നമ്മോടൊപ്പമുള്ള വ്യക്തികളോട് അല്പം കൂടെ ഒന്ന് മനസ്സിലാക്കുവാനും, അവർക്ക് വേണ്ട പരിചരണം നൽകുവാനും, ശുശ്രൂഷ നൽകുവാനും, അവരോട് സംവദിക്കുവാനും, അവരുടെ മനസ്സും അവരുടെ ഹൃദയവും മനസ്സിലാക്കുവാനും, കൂടുതൽ കുറച്ചുകൂടെ സ്വല്പസമയം കൂടെ അവരോടൊപ്പം ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ശീലം വളർത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരുമിച്ചിരുന്നു കൊണ്ട് മാതാപിതാക്കന്മാരും ഈ കുട്ടികളും ചേർന്നിരുന്നു കൊണ്ട് മൊബൈലൊക്കെ കുറച്ച് അങ്ങ് മാറ്റി വെച്ചുകൊണ്ട്, സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ച് മാറ്റി വെച്ചുകൊണ്ട് അല്പനേരം സംസാരിക്കുവാനും, ഉള്ളു തുറന്നുകൊണ്ട് സംസാരിക്കുവാനും മനസ്സിലാക്കുവാനുള്ള ഒരു അന്തരീക്ഷം നമുക്കെല്ലാവർക്കും സജ്ജമാക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ, അങ്ങനൊരു സ്ഥിതി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ ദിവ്യയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. രക്ഷകനും തിരുനാഥനുമായി ജനതകളും നായി ഘോഷിക്കാൻ സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. ജീവനെയും തിരുശ്രീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷി
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിധി പറയുന്നവരുടെ ക്രിബ് കാണാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയമനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്ത് നിങ്ങൾക്ക് അവരുടെ ക്രിബ് കാണാവുന്നതാണ്. വീട്ടിലുണ്ടായിരിക്കണം. ഓക്കെ. അടുത്തത് കുട്ടികൾക്കുള്ള സമ്മാന വിതരണങ്ങളാണ്. കൂപ്പൺ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? കൂപ്പണിലൊക്കെ പൈസ സമ്മാനം കൊടുക്കുകയുള്ളൂ. അപ്പോൾ പതുക്കെ വരിയായിട്ട് വന്ന് നിങ്ങൾക്ക് സമ്മാനം ലഭിക്കാവുന്നതാണ്, സ്വീകരിക്കാവുന്നതാണ്. ദൈവം തൻ സൂനുവേ നൽകിയല്ലോ. Gloria in excelsis Deo.